ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡയാലിസിസ് മെഷീൻ സിസ്റ്റം എന്താണെന്നാണ്. അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള പാർട്സാണ് ഡയാലിസിസ് മെഷീനിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ മെഷീൻസ്, ഡയാലിസിസ് മെഷീൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ അതിൽ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസൊക്കെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഓരോ മെഷീൻസായിട്ട് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഫ്രഷീനസിൻ്റെ 4008S എന്ന് പറഞ്ഞൊരു മെഷീനാട്ടോ നോക്കുന്നത്. ഇതൊരുവിധ എല്ലാ യൂണിറ്റുകളും കണ്ടുവരുന്നൊരു മെഷീനാണ്. അതുപോലെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ ഇത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫ്രഷീനസിൻ്റെ 5008S എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനാണ് കേട്ടോ. ഇതിൽ നമുക്ക് CRRT എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ HDF ഹീമോഡയ ഫിൽട്രേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വേണ്ടി ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് പേഷ്യൻറ്റിന് സ്ഥിരമായിട്ട് BP ഫോളൊക്കെ ഉള്ള പേഷ്യൻറ്റിന് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഇത്. അടുത്തെന്ന് പറയുന്നത് നിപ്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡയാലിസിസ് മെഷീനാണ്. ഇതാണെങ്കിലും കൂടുതൽ യൂണിറ്റുകൾ കണ്ടുവരുന്നൊരു മെഷീനാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനും വളരെ സുഖമാണ് കേട്ടോ ഈ മെഷീൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് CRRT മെഷീൻസ് ആണ് കേട്ടോ. അതായത് 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഡയാലിസിസ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അവർക്കും അതായത് കണ്ടിന്യൂസ് ഡയാലിസിസ് ചെയ്യേണ്ട പേഷ്യൻസിന് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രിസ്മാഫ്ലെക്സ് പോലത്തുള്ള CRRT മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയാലിസിസ് മെഷീൻ്റെ കുറച്ച് പാർട്സ് നോക്കിയാലോ. ഫ്രണ്ട് വ്യൂവിൽ ഉണ്ടാകുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബ്ലഡ് പമ്പാണ്. ബ്ലഡ് പമ്പ്, ദെൻ എയർ ബ്ലഡ് ഡിറ്റക്ടർ, അതായത് എന്തെങ്കിലും എയറൊക്കെ പേഷ്യൻ്റെ ബോഡിയിലേക്ക് പോകാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അത് ഡയാലിസിസ് മെഷീനിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷണ്ട് കവർ. അത് കപ്ലിങ്സൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഷണ്ട് കവർ. നെക്സ്റ്റ് ഹെപ്പാരിൻ പമ്പ്, ദെൻ വീനസ് ചേംബർ. നെക്സ്റ്റ് വന്നിട്ട് വീനസ് ചേംബർ അഡ്ജസ്റ്റർ, പമ്പ് സ്പീഡ് അഡ്ജസ്റ്റർ, ഡയലൈസർ ഹോൾഡർ ആൻഡ് BP കഫ്, സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ, IV പോൾ. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഫ്രഷീനസ് 4008ൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. കുറച്ച് പാർട്സാണ് ഫ്രണ്ട് വ്യൂവിൽ ഉണ്ടാകുന്നത്. ഇനി 2 പാർട്സും കൂടെ നോക്കിയിട്ട്, ഫ്രണ്ട് വ്യൂവിലുള്ള 2 പാർട്സും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് വ്യൂവിലുള്ള എന്തൊക്കെ പാർട്സാണെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കണ്ടക്ടിവിറ്റി ഏരിയ ആണ് കേട്ടോ. അതായത് ബൈകാർബണേറ്റും പിന്നെ ആസിഡ് കോൺസെൻട്രേറ്റിൻ്റെയും ബൈകാർബണേറ്റിൻ്റെയൊക്കെ സ്റ്റിക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മെഷീൻ്റെ ബാക്ക് വ്യൂ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഡയാസേഫ് ഫിൽറ്ററാണ്. ഈ ഡയാസേഫ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്യൂരിഫയർ ബാരിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡയാലിസേറ്റൊക്കെ ഫൈനലായിട്ട് ഓൾറെഡി പ്യൂരിഫൈ ഒക്കെ ചെയ്ത് വരുന്ന വാട്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ലാസ്റ്റായിട്ട് നമ്മൾ ഫിൽറ്റർ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയാസേഫ് ഫിൽറ്റർ വെക്കുന്നത് കേട്ടോ. ഇത് പേഷ്യൻസിന് കുറച്ചും കൂടെ നല്ല ഡയാലിസിസ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് RO വാട്ടർ ഇൻലെറ്റും പിന്നെ ഡ്രെയിനേജ് പൈപ്പുമാണ്. അതൊക്കെ ബാക്ക് സൈഡിൽ. പിന്നെ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ട്യൂബ്, അതായത് നമ്മൾ ഓരോ ഡയാലിസിസ് കഴിയുമ്പോൾ നമ്മൾ മെഷീൻസ് ക്ലീൻ ചെയ്യണമല്ലോ, ഹോട്ട് ഡിസ്ഇൻഫെക്ഷൻ കൊടുക്കണം. അപ്പം ഇത് ഹോട്ട് സിട്രിക്കിന് വേണ്ടിയുള്ളൊരു കണക്ഷനാണ് അത്. ഡിസ്ഇൻഫെക്റ്റൻറ്റ് ട്യൂബ്. അപ്പോൾ എത്രയാണ് ബാക്ക് വ്യൂവിലുള്ള പാർട്സ് എന്ന് പറയാനുള്ളത് കേട്ടോ, മെയിനായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിനാണെങ്കിലും പുതുതായി പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ.